ആദ്യം തന്നെ ഈ മാസം ഓണമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഇനിയിപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ടാമതൊരു വീഡിയോ വിശ്വസമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. കാര്യം ഇപ്പോൾ പണ്ടത്തെ വീഡിയോ പോലും ചെയ്യുന്നില്ല, അറിയാലോ. ആക്ച്വലി ഹെഡിങ് കണ്ടാണല്ലോ. ഞാൻ ഇന്ന് ഇപ്പോൾ വെളുപ്പിനെ ഒരു 3 മണിയായി ഐമാക്സിൽ F1 പടം 4ാമത്തെ വട്ടം കണ്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങി വരുന്നത്. ഞാനപ്പോൾ ഇന്ന് കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പടം OTTയിൽ ഇറങ്ങിയതും കേൾക്കുന്നുണ്ട്, എനിക്ക് അറിയില്ല. അതിന് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്ക് ആക്ച്വലി പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ടാണ് 4ാമത്തെ വട്ടം OTT ഇറങ്ങിയാലും ഇല്ലേലും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട. ഇനിയും പോകണമെന്ന് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ ഇനിയും പോവും. അങ്ങനത്തെ ഒരു അത്ര എനിക്ക് ആ പടം ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞു. ഇത്രയും വർഷത്തിൽ ഞാൻ എത്ര സിനിമ കണ്ടെന്ന് കണക്ക് പോലും ഇല്ല. പക്ഷെ ഇത്രയും വർഷം കണ്ട സിനിമകളിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഞാൻ വളരെയധികം ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ് F1. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ അടുത്തുള്ള നല്ല തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ആ പടത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമില്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അഷ്വർ ചെയ്താൽ. കാര്യം ഇതിനു മുമ്പും F1 കാറായിട്ട് ബന്ധപ്പെട്ട സിനിമകളൊക്കെ വന്നിട്ടുണ്ട്, നല്ലതാണ്, ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും അതൊരു ട്രൂ സ്റ്റോറി അല്ലാണ്ട് ഈ പടം, എന്നിട്ട് പോലും അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും അതിൻ്റെ എടുത്തേക്കുന്നതാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ പീക്കാണ്. അപ്പം ഞാനിത് ആക്ച്വലി ഇതിൻ്റെ ചെറിയൊരു പ്രൊമോഷൻ അല്ല. ആക്ച്വലി എനിക്ക് അത്രയും കൊണ്ടുകൊണ്ട് ഞാനിത് പറയണം തോന്നിയിട്ട് പറയാണ്. ലൈഫിൽ നമ്മൾ തോറ്റൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീണൊക്കെ പോകുമ്പോഴത്തേക്ക് ചിലർക്ക് ഇപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പാട്ട് കേൾക്കുമ്പോഴായിരിക്കും, സിനിമ കാണുമ്പോഴായിരിക്കും, ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ കയറി വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആകാറുണ്ട്. എൻ്റെ വൺ ഓഫ് ദ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന 1-2 സിനിമകൾ വരണേ ആവശ്യമുണ്ട്. എൻ്റെ ഓർമ്മ ശരണി ആ പടമാണെന്ന് വരണേ ആവശ്യമുണ്ട്. പിന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, വേറെ 1-2 പടങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലീഷിലൊരു പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. പക്ഷേ ഈ പടം വന്നതിന് ശേഷം ഈ പടത്തിന് അത്രയൊന്നും ഞാൻ ആ പടങ്ങൾ കണ്ടിട്ടില്ല. കാര്യം ഏറ്റവും മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം നമുക്കൊരു പടം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ആ പടത്തിൻ്റെ ചിലപ്പോൾ സ്റ്റാർട്ട് ടു എൻഡ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ട കുറച്ച് രംഗങ്ങൾ മാത്രമേ കാണുള്ളൂ. അത് ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റായിട്ട് വാച്ച് ചെയ്യാൻ തോന്നും. അപ്പോൾ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പറഞ്ഞാൽ ഈ 4 വട്ടം ഞാൻ ഈ പടം കണ്ടപ്പോൾ പോലും ഒരൊറ്റ വട്ടം പോലും എനിക്ക് ബോറടിച്ചില്ല കേട്ടോ. സ്റ്റാർട്ട് ടു എൻഡ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് ഫുള്ളി എൻജോയ് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഫിലിം ഇസ് സംതിങ് ബിയോണ്ട്. അപ്പോൾ OTTയിൽ ഇറങ്ങിയാലും ഇല്ലേലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഒരു വർത്ത് വാച്ചിങ് ആയിരിക്കും. നമുക്കത് ഭയങ്കര ഒരു എന്താ പറയുക, മോട്ടിവേഷനും അതേപോലെ ഒരു ഗൂസ്ബംസ് ഒക്കെ തരുന്നൊരു സിനിമയായിരിക്കും. അപ്പോൾ എന്തായാലും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും അത്രയും ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് എവരിവൺ ഈസ് ഡൂയിങ് ഗുഡ്. അപ്പോൾ പണ്ടത്തെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇനി വീഡിയോ ചെയ്യുന്ന കാര്യം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്യും. അപ്പോൾ എന്തായാലും അത്ര തന്നെ. അപ്പോൾ സ്റ്റേ ഹാപ്പി, ബൈ.